രാഷ്ട്രപതിക്കും ഗവർണർക്കും ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ചതിനെ എതിർത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നടന്നത് രാഷ്ട്രപതിയുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭരണഘടനയുടെ 142 അനുച്ഛേദം ഇങ്ങനെ ഒരു അധികാരം കോടതിക്ക് നൽകുന്നില്ല. നടന്നത് അമിതാധികാര പ്രയോഗമാണ്. നേരത്തെ രാഷ്ട്രപതി തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിക്ക് റഫറൻസ് നൽകിയിരുന്നു. വിവരങ്ങൾ എസ് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, പറയൂ. സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഗവർണർക്ക് തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിന്മേൽ ഗവർണറുടെയും അതോടൊപ്പം രാഷ്ട്രപതിയുടെയും അധികാരങ്ങൾ പുനർനിശ്ചയിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. അന്ന് തന്നെ അത് വിവാദമായി മാറുകയും ചെയ്തു. അതിന് പിന്നിൽ ഇത് അമിതാധികാര പ്രയോഗമാണ് സുപ്രീം കോടതി നടത്തിയത് എന്ന വിമർശനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ഒപ്പം നിയമ വൃത്തങ്ങളും അത് പറയുകയും ചെയ്തു. നിയമവൃത്തങ്ങളിൽ വലിയ അമ്പരപ്പാണ് ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ടാക്കിയത് എന്നുള്ളതും ആ ഘട്ടത്തിൽ പറയേണ്ടതാണ്. കാരണം രാഷ്ട്രപതിയുടെയും അതോടൊപ്പം തന്നെ ഗവർണറുടെയും അധികാര പരിധിയിലേക്ക് കടന്നു കയറുക അത് സ്വാഭാവികമായ നടപടിയല്ല എന്ന വിമർശനം അന്ന് ഉയരുകയും ചെയ്തു. അന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് 142 അനുച്ഛേദം പ്രകാരം, ഭരണഘടനയുടെ 142 അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിക്ക് ചില ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് അധികാരമുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. ഇതാ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിനെ തള്ളിക്കൊണ്ട് അവിടെ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: രാഷ്ട്രപതിയുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് നടന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഭരണഘടനയുടെ 142 അനുച്ഛേദം ഇങ്ങനെയൊരു അധികാരം കോടതിക്ക് നൽകുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നടന്നത് അമിതാധികാര പ്രയോഗമാണ് എന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ രാഷ്ട്രപതി തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിക്ക് ഒരു റഫറൻസ് നൽകിയിട്ടുണ്ട്. ബില്ലുകളിൽ ഒപ്പിടാനുള്ള സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ലെന്ന് അതിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ഒരു തടസ്സവാദം ഉയർത്തിയിട്ടുണ്ട് കേരളവും തമിഴ്നാടും. ഈ ഹർജി കേൾക്കുമ്പോൾ തങ്ങളുടെ ഭാഗം കൂടി കേൾക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്തായാലും വളരെ നിർണായകമായ ഭരണഘടനാ സംബന്ധമായ വാദമാണ് തുടരാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഒക്കെ തന്നെ ഏറ്റവും നിർണായകമായ വാദമാണ് ഈ കേസിന്മേൽ കോടതിയിൽ നടക്കാനുള്ളത്. കോടതിയുടെ ഭാഗത്ത് നിന്നും അമിതാധികാര പ്രയോഗമുണ്ടായി എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത് എസ് ശ്രീകാന്ത്.